ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇപ്പോൾ ആശ്രമത്തിൽ നിന്നും അർച്ചനയൊക്കെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അർച്ചന ഇപ്പോൾ ഒറ്റയ്ക്ക് മുറിയിലേക്ക് കയറി വാതിലടച്ചിരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അർച്ചനയുടെ മനസ്സാക്ഷി അർച്ചനയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആശ്രമത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അർച്ചന. അങ്ങനെ ഇപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അർച്ചനയ്ക്ക് സച്ചി കല്യാണം കഴിച്ചതും അവരൊരുമിച്ചുള്ള ജീവിതവും അങ്ങനെ എല്ലാം ഓർക്കുന്നു. അന്ന് ഒരു സ്വാമിജി പറഞ്ഞ കാര്യവും ഓർക്കുന്നുണ്ട് അർച്ചന. 10 വർഷത്തോളം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ കാര്യം ഓർക്കുന്നു. പിന്നെ സച്ചിക്ക് ആ സ്വന്തം മകൾ കുഞ്ഞിന് 9 വയസ്സ് വരെ മകൾ കൂടെയുണ്ടെങ്കിൽ സച്ചിക്ക് ആപത്താണെന്നും അതുകൊണ്ടാണ് അർച്ചന കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വരികയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക്. അതെല്ലാം ഓർത്തിപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് അർച്ചന. ഈശ്വര, എനിക്ക് എന്താ സംഭവിച്ചത്? ഇത്രയും കാലം സച്ചിയേട്ടൻ എൻ്റെ തൊട്ടരികിലുണ്ടായിരുന്നിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതും ആക്സിഡൻറ്റിന് ശേഷം ശോഭന അർച്ചനയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ അർച്ചന. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സച്ചിയേട്ടൻ്റെ അരികിലേക്ക് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സച്ചിയേട്ടൻ്റെ അരികിലേക്ക് എനിക്ക് പോയേ പറ്റൂ. സച്ചിയേട്ടൻ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട സമയമല്ലിത്. അങ്ങനെ ചെയ്താൽ ആപത്തിലാകാൻ പോകുന്നത് നിൻ്റെ സച്ചിയേട്ടൻ്റെ ജീവനായിരിക്കും. നിനക്ക് ഓർമ്മ കിട്ടിയെന്ന് അവന്തിക അറിഞ്ഞാൽ ആ നിമിഷം സച്ചിയെ അവളില്ലാതാക്കും എന്നൊക്കെ ഇപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് അർച്ചനയുടെ മനസ്സാക്ഷി ഇപ്പോൾ അർച്ചനയോട് സംസാരിക്കുകയാണ്. അന്ന് ആശ്രമത്തിൽ വെച്ച് മൂർത്തിയും അവന്തികയും അതിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ ആ നിമിഷം തന്നെ സച്ചിയെ തീർത്തിരിക്കണം. അവളെ തീർക്കാനുള്ള വഴി അന്വേഷിച്ച് സൗഹൃദം നടിച്ച് ഞാൻ അവളുടെ വീട്ടിൽ കയറിക്കൂടി. ഇപ്പോൾ അവൾ എൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. സ്നേഹിച്ച് ഞാൻ അവളുടെ വീടിനകത്ത് വരെ കയറിയില്ലേ. സച്ചിയും അർച്ചനയും ഒരിക്കലും കണ്ടുമുട്ടാൻ അവനുണ്ടാകരുത് എന്നും അവന്തിക അവരോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആശ്രമത്തിൽ നിന്നപ്പോൾ അർച്ചന അവന്തിക പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. അങ്ങനെ അതുമെല്ലാം ആലോചിച്ച് കരയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ആലോചിക്കാതെയുള്ള ഒരു പ്രവൃത്തി മതി നിൻ്റെ ചുറ്റും നിൽക്കുന്നവരെ തകർക്കാൻ. നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ ഒരു വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാത്തവനാണ് ഗോകുൽ. നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും സംരക്ഷിച്ച ആളെ നിനക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുമോ? മോളെയും കൂട്ടി ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നീ ഇവിടെ നിന്നും പോയാൽ ഓർമ്മയില്ലാത്ത കാലം അത്രയും നിനക്കും കുഞ്ഞിനും അഭയം തന്ന അവർക്ക് നീ ഇതാണോ പ്രതിഫലം കൊടുക്കേണ്ടത് എന്നൊക്കെ ഇപ്പോൾ മനസ്സാക്ഷി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അർച്ചനയോട്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സച്ചിയേട്ടൻ്റെ അരികിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ സാധിക്കില്ല. ആ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. ആ വേദന ഞാൻ കണ്ടതാണ്. കുറച്ച് വർഷങ്ങൾ കടന്നുപോയത് കുറേ വർഷങ്ങളാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി നീ ഇത് സഹിച്ചേ പറ്റൂ. ഈ കുടുംബത്തിൻ്റെ സന്തോഷം തകർക്കാതിരിക്കേണ്ടതും സച്ചിയുടെ ജീവനും ഇപ്പോൾ നിൻ്റെ കയ്യിലാണ്. അതെല്ലാം നോക്കേണ്ടത് നീയാണ്. എല്ലാം മറന്ന് ഇപ്പോൾ സച്ചിയുടെ കൂടെ പോയാലും വീണ്ടും നിങ്ങൾ അവന്തികയെ പേടിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. അവന്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അതിന് സമൃദ്ധിയായി നീ വേഷത്തിൽ കുറച്ച് നാൾ കൂടി ഇവിടെ നിന്നേ മതിയാകൂ. ഇത്രയും പറഞ്ഞ് ഇപ്പോൾ അർച്ചനയുടെ മനസ്സാക്ഷി ഇപ്പോൾ മാഞ്ഞു പോവുകയാണ്. അതെല്ലാം ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ അർച്ചന. ഗോകുലിൻ്റെ കുഞ്ഞ് ഗൗരി ഇപ്പോൾ അർച്ചനയുടെ കുഞ്ഞാണെന്നാണ് അർച്ചന കരുതിയിരിക്കുന്നത്. എന്നാൽ അത് ഗോകുലിൻ്റെ സ്വന്തം മകളാണെന്ന് അർച്ചനയ്ക്ക് അറിയില്ല. സ്വന്തം മകൾ നഷ്ടപ്പെട്ട കാര്യം അർച്ചന അറിയുന്നില്ല. ഗോകുലിനും അറിയില്ലായിരുന്നു അർച്ചനയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നത്. അന്ന് ആ താലിമാല ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വീണതും അതെല്ലാം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അർച്ചന, ഓർത്തെടുക്കുന്നു. ഈ സമയം ഇപ്പോൾ ഗോകുൽ മുറിയുടെ പുറത്ത് വന്ന് അർച്ചനയെ വിളിക്കുന്നുണ്ട്. ഈ സമയം സച്ചി കിട്ടിയ താലിമാല ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അർച്ചന. ഗോകുൽ പുറത്ത് വന്ന് സമൃദ്ധ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. താൻ ഓക്കെ അല്ലേ സമൃദ്ധ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അർച്ചനയൊന്നും മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് വേഗം പോയി മുഖമൊക്കെ കഴുകി ഇപ്പോൾ പതിയെ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അത്രയും നേരം വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ ഗോകുൽ വളരെയധികം ടെൻഷനിലായിരുന്നു. കതക് തുറന്നപ്പോൾ സമാധാനമായി നിൽക്കുന്നുണ്ട് ഗോകുൽ. ഇപ്പോൾ ഒന്നും തന്നെ സംഭവിക്കാത്ത പോലെ നിൽക്കുന്നുണ്ട് അർച്ചന. തനിക്ക് പ്രോബ്ലമൊന്നും ഇല്ലല്ലോ, താൻ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോകുൽ ചോദിക്കുന്നു. വീടെത്തിയപ്പോൾ താനിപ്പോൾ പഴയ സമൃദ്ധിയായി. എടോ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു സ്വപ്നം പോലെ എല്ലാം കണ്ടാൽ മതി എന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് അർച്ചന പറയുന്നു. ഇനി നമ്മുടെ ലൈഫിൽ ഇനി ഒന്നും തന്നെ ഉണ്ടാകില്ല. ഞാനും മോളും താനും നമ്മുടെ ഈ കൊച്ചു സന്തോഷം മതി അല്ലേടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോകുൽ. എന്നാൽ അർച്ചന ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്താണോ താനൊന്നും മിണ്ടാത്തത്? സച്ചിയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം
എങ്കിൽ ശരി, താൻ റെസ്റ്റ് എടുക്കുകയെന്ന് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഗോകുൽ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ഇപ്പോൾ ഒരു ആശുപത്രിയിൽ കിടക്കുകയാണ്. തലയിൽ ഒരു കെട്ടൊക്കെയുണ്ട്, ട്രിപ്പ് ഇട്ട് കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചി അർച്ചനയെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞെട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എനിക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ സച്ചിയുടെ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ സച്ചി അവിടെ കൊണ്ട് കിടത്തിയത്, ആശുപത്രിയിലാക്കിയത്. അവിടെ കൂട്ടുകാരനും സിസ്റ്ററും കൂടെ വന്ന് പറയുന്നുണ്ട്, പോകാൻ പാടില്ല, മരുന്നിന് മയക്കമുള്ളതാണ്, എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നൊക്കെ പറയുന്നു. എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് സച്ചി. എന്നാൽ സച്ചിയുടെ കൂട്ടുകാരൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ കണ്ട കാര്യവും അർച്ചന ഗൂഗിൾ സാറിൻ്റെ വീട്ടിലുണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ കൂട്ടുകാരനോട് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കമലയാണ്. ആതിര അവിടെ ഇരുന്ന് തുണി മടക്കുന്നുണ്ട്. ഈ സമയം കമല അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, സച്ചി ഒന്ന് വിളിച്ച് നോക്കുക, അവൻ പോയിട്ട് ഇത്രയും സമയമായില്ലേ, ഇങ്ങോട്ടൊന്ന് വിളിച്ചതേ ഇല്ല എന്നൊക്കെ കമല പറയുമ്പോൾ, സച്ചിയേട്ടൻ ഇങ്ങനെ വന്നോളും എന്നൊക്കെ ഇങ്ങനെ ആതിര പറയുന്നുണ്ട്. ഉടനെ കമല പറയുന്നുണ്ട്, വേണ്ട, ആശ്രമത്തിൽ നിന്ന് വരുമ്പോൾ അവന് എന്തോ ഒരു സർപ്രൈസുമായിട്ട് വരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞത് എന്ന് കമല പറയുമ്പോൾ, ഇങ്ങനെ നീ ഒന്ന് അവനെ വിളിച്ചു നോക്കുക എന്നും കമല പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആതിര ഇപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല. ഏട്ടൻ വണ്ടി ഓടിക്കുകയായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് ആതിര ഇപ്പോൾ കമലയോട്. എന്താ ഈ കൊച്ചിന് അവൻ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കമല. അമ്മ ഇതിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ചേട്ടൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ കാണാം എന്ന് ആതിര പറയുമ്പോൾ, എന്തായിരിക്കും ആ സർപ്രൈസ് എന്നിങ്ങനെ പറയുന്നുണ്ട് കമല. ശേഷം സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ആ കൂട്ടുകാരൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിശ്രമിക്കാനായി പറയും. ഈ സമയം സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ സച്ചി അത് കട്ട് ചെയ്യുന്നു, ഫോൺ എടുക്കുന്നില്ല. ഉടനെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഫോൺ എടുക്കാൻ. ഉടനെ സച്ചി പറയുന്നു, അത് വീട്ടിൽ നിന്നാണ്, എനിക്കിപ്പോൾ ആരോടും ഒന്നും പറയാനില്ല എന്ന് സച്ചി ആ കൂട്ടുകാരനോട് പറയുകയാണ്. നീ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് ആ കൂട്ടുകാരൻ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് കിടക്കാനൊന്നും നേരമില്ല, ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, എനിക്ക് അർച്ചനയും മോളെയും കൊണ്ടുവരണം എന്നും പറയുന്നു സച്ചി. ഉടനെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ എന്തായാലും സമാധാനത്തോടെ ഒന്നുകൂടി ആലോചിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ ഇപ്പോൾ പോകുന്നുണ്ട്. തുടർന്ന് ശിശിരയാണ് കാണിക്കുന്നത്. ശിശിര അടുക്കളയിൽ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവന്തിക ഫോണിൽ വിളിക്കുന്നുണ്ട്. ശിശിര ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ശിശിര ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെയല്ലേ വിശേഷം, നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടന്നു, സമ്പർക്ക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, ഞാൻ അവന്തികയെ വിളിക്കാനിരിക്കുകയായിരുന്നു, നീ എന്താ പിന്നെ ഇങ്ങോട്ടങ്ങ് വരാതിരുന്നത് എന്ന് ശിശിര ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഓഫീസിൽ നല്ല തിരക്കായിരുന്നു, കുറച്ച് ദിവസം ഓഫീസിൽ നിന്ന് മാറി നിന്നതല്ലേ, സമൃദ്ധിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പവുമില്ല, അവൾ പഴയതുപോലെ തന്നെയാണ് എന്ന് ശിശിര പറയുന്നു. അവൾ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ എന്നിങ്ങനെ അവന്തിക ഒരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അവന്തികയ്ക്ക് സംശയം അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ട് അർച്ചന അഭിനയിക്കുന്നതാണോ എന്നുള്ള സംശയമാണ്. പഴയ കാര്യങ്ങളൊക്കെ സമൃദ്ധിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ, സമൃദ്ധി ഇപ്പോഴും പഴയ സമൃദ്ധ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ശിശിരയോട്. ശിശിരയാണെങ്കിൽ ഫോൺ സ്പീക്കറിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം അർച്ചന അവിടേക്ക് വരുന്നുണ്ട്. അർച്ചന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, അവന്തിക ചോദിക്കുന്നതെല്ലാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുന്നുണ്ട് അർച്ചന. ഇതൊക്കെ കേട്ട് ശിശിര പറയുന്നുണ്ട്, അതെങ്ങനെയാ, അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലല്ലോ, അതിന് മുൻപ് ആ ഡ്രൈവർ സച്ചി വന്ന് എല്ലാം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ സമൃദ്ധയെ ഒന്ന് വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേൽ കാണണം, അവളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ നടപ്പിലോ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം, നിങ്ങളോടെല്ലാം അവൾ പെരുമാറുന്നത് പഴയതുപോലെ തന്നെയാണോ എന്നും ശ്രദ്ധിക്കണം എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് ശിശിര പറയുന്നുണ്ട്, അതൊക്കെ പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നു. ആ സ്വാമിജിയുടെ ഉടായിപ്പ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉടായിപ്പാണോ എന്ന് ഇപ്പോൾ എൻ്റെ സംശയം എന്നിങ്ങനെ ശിശിര പറയുന്നത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, നീ പറയുന്നത് കേട്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, പക്ഷേ സമൃദ്ധിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് അവന്തിക പറയുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, അവൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലും ഞാൻ വിളിച്ച് പറയാം എന്നൊക്കെ ശിശിര പറഞ്ഞ് ഇപ്പോൾ ഫോൺ വെക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ പഴയ കാര്യങ്ങൾ അവന്തിക അവരോട് ചെയ്ത ക്രൂരതകളെല്ലാം ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. അങ്ങനെ ഇപ്പോൾ ശിശിര ചായയൊക്കെ ഇട്ട് രാജീവേട്ടന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അർച്ചന ഇപ്പോൾ അവിടെ നിൽക്കുന്നത് കാണുന്നു. എന്താ സമൃദ്ധി, നീ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്, നിനക്കെന്താ എന്നെ മനസ്സിലായില്ലേ, നിന്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ ഇങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട് ഇപ്പോൾ ശിശിര. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എന്ത് മനസ്സിലായില്ലേ എന്ന്, എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. അത് കണ്ടിപ്പോൾ ഇങ്ങനെ വളരെയധികം ഭയന്ന് നിൽക്കുന്നുണ്ട് ശിശിര. ഉടനെ ശിശിര ചോദിക്കുന്നുണ്ട്, എങ്കിൽ പറ, എൻ്റെ പേരെന്താണെന്ന് പറ എന്നിങ്ങനെ ശിശിര ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ശിശിര ചേച്ചിക്ക് ഇത് എന്താ, എന്തു പറ്റി,
തലയുടെ പിരിവല്ലതും എന്താ ഊരിപ്പോയോ? ഞാൻ ഇപ്പോഴും ശിശിരേച്ചിയുടെ ആ പഴയ നാത്തൂൻ തന്നെയാണ് എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന ഇപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ചായ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചായയുമായി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. ഈ സമയം തന്നെ സച്ചി ഇപ്പോൾ പുറത്ത് ഗോകുലിൻ്റെ വീട്ടിലെ ഗേറ്റ് വന്ന് തള്ളി തുറക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.